ആഭ്യന്തര കലാപത്തെ തുടർന്ന് ബംഗ്ലാദേശ് വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുകയാണ്. ബ്രിട്ടനും അമേരിക്കയുമൊക്കെ അവരെ ഏകദേശം കൈയൊഴിഞ്ഞ മട്ടാണിപ്പോൾ. ഏതു നിമിഷവും യുദ്ധം പ്രതീക്ഷിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് അവർ പോകാൻ കൂട്ടാക്കുന്നില്ല. ഉഗാണ്ടയിലെ പ്രശ്നങ്ങളൊക്കെ കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളും അവിടേക്ക് അഭയം നൽകാൻ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് തൽക്കാലം ഹസീനയ്ക്ക് അഭയം നൽകിയേ മതിയാകൂ. അതുകൊണ്ടാണ് ഔദ്യോഗികമല്ലെങ്കിൽ കൂടി താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ രാഷ്ട്രീയ അഭയമെന്ന് തോന്നിക്കും വിധം അവർക്ക് അഭയം നൽകാൻ ഇന്ത്യ തയ്യാറായത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് പുതിയ ഭീഷണി വന്നിരിക്കുകയാണ്. ഒന്നാമത്, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായി കരുതുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ ആഭ്യന്തര കലാപം ഭീഷണിയായിരിക്കുന്ന സ്ഥിതി ഇന്ത്യക്ക് അത്ര ദഹിക്കുന്നതല്ല. പ്രശ്നം രമ്യതയിൽ തീരട്ടെ എന്നോർത്താണ് ഇന്ത്യ കൂടുതൽ പ്രതികരണമൊന്നും ഇതുവരെ നടത്താത്തത്. അപ്പോൾ അടുത്ത പ്രകോപനവുമായി ബംഗ്ലാദേശ് എത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ കൈമാറുന്നത് സംബന്ധിച്ച് സർക്കാർ ഉടൻ തീരുമാനമെടുക്കണമെന്നാണ് ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി മുഹമ്മദ് തൗഹീദ് ഹുസൈൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഊഹാപോഹങ്ങളുടെ ആവശ്യമില്ലെന്നും ഹസീന നിരവധി കേസുകൾ നേരിടുന്നുണ്ടെന്നും റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഹുസൈൻ പറഞ്ഞിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രിയെ കൈമാറുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം രാജ്യത്തിൻ്റെ ആഭ്യന്തര നിയമ മന്ത്രിയുടേതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാഷ്ട്രീയ അഭയം തേടാനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നതിനിടയിൽ ഹസീന ന്യൂഡൽഹിയിൽ തുടരുന്നത് അയൽരാജ്യമായ ഇന്ത്യക്ക് ലജ്ജാകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇത് ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഇത് അറിയാമെന്നും അവർ ഇത് ശ്രദ്ധിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ഹുസൈൻ പറയുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ലെന്നും റോയിട്ടേഴ്സിൽ കാണിക്കുന്നുണ്ട്. നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിൽ വിദേശകാര്യ ഉപദേഷ്ടാവാണ് ഈ മഹാൻ. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാകണമെന്നുമില്ലെന്നാണ് പറയുന്നത്. താൽക്കാലികമായിട്ടാണെങ്കിലും ഇന്ത്യ അഭയം കൊടുത്തൊരു വ്യക്തിയെ ചുമ്മാതങ്ങ് എറിഞ്ഞു കൊടുക്കാൻ ഇന്ത്യയും മുതിരില്ല. താൽക്കാലിക സർക്കാർ രൂപീകരിച്ചെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് അതിർത്തിയിൽ സുരക്ഷാ ആശങ്കകൾ വലുതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിന് മനസ്സിലാവാത്തൊരു കാര്യം, ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യ സെക്കൻഡ് വെച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബംഗ്ലാദേശിന് അത് ഇന്നും മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. ഇതിനോടകം തന്നെ അതിർത്തിയിൽ വൻ സന്നാഹം ഒരുക്കിയിരിക്കുന്ന കാര്യം ബംഗ്ലാദേശും പിന്നിലുള്ള ചൈനയും അറിഞ്ഞോ എന്നും സംശയമുണ്ട്. വിവരം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ബംഗ്ലാദേശ് അതിർത്തിയിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിമാനം വിന്യസിച്ചിട്ടുണ്ട്. ഗ്ലോബൽ 5000 സ്പെഷ്യൽ മിഷൻ വിമാനമാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ഉപയോഗിക്കുന്ന ഈ വിമാനം സിഗ്നൽ ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതാണ്. കൂടാതെ ഇലക്ട്രോണിക് യുദ്ധത്തിൻ്റെയും രഹസ്യാന്വേഷണ ശേഷിയുടെയും വിപുലമായ സ്യൂട്ടാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രത്യേക നൂതന ഇലക്ട്രോണിക് വാർഫെയറും രഹസ്യാന്വേഷണ സ്യൂട്ടുകളും ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബോംബാർഡിയർ ഗ്ലോബൽ 5000 ബിസിനസ് ജെറ്റിൻ്റെ വൻതോതിൽ പരിഷ്കരിച്ച പതിപ്പാണ് ഗ്ലോബൽ 5000 സൈൻഡ് വിമാനം. ഇത് ഇൻ്റലിജൻസ് ശേഖരണ ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതാണ്. ഇസ്രായേലിൻ്റെ എൽറ്റ സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ELI-3001 എയർബോൺ ഇൻ്റഗ്രേറ്റഡ് സിഗ്നൽ ഇൻ്റലിജൻസ് സിസ്റ്റം വരെ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട്. ഏതു തരത്തിലുള്ള സിഗ്നലും ട്രാക്ക് ചെയ്യാൻ ഇതിന് കഴിയും. അത് ഇലക്ട്രോണിക് സിഗ്നലായാലും ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സിഗ്നലായാലും ഉണ്ട്. ഇതിനർത്ഥം ബംഗ്ലാദേശിൽ നടക്കുന്ന എല്ലാ ആശയവിനിമയങ്ങളിലും ഇന്ത്യ കണ്ണുവയ്ക്കുമെന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും കൃത്യമായി വീക്ഷിക്കുന്ന ഇന്ത്യ അഭയം നൽകിയ ഒരു വ്യക്തിയെ ചുമ്മാതങ്ങ് വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോഴുമുള്ളത്.